3 മണിക്കൂറത്തെ അന്വേഷണത്തിന് ശേഷം കെന്നഡിയുടെ കാർ നോർത്ത് റെയിൽവേ ക്രോസിനടുത്ത് നിൽപ്പുണ്ടെന്ന് കൺട്രോൾ റൂം വഴി പളനിസ്വാമി എന്ന എസ് ഐ ലോകനാഥനെ അറിയിക്കും. കോള് കട്ടാക്കാതെ കെന്നഡിയുടെ കാറിനടുത്തേക്ക് ചെല്ലാൻ SP പറയും. കൂടെ മറ്റു പോലീസുകാർ ഇല്ലാത്തതിനാൽ തനിക്ക് ചെറിയൊരു ഭയമുണ്ടെന്ന് SP പറഞ്ഞപ്പോൾ താൻ കെന്നഡിയുടെ കാറിന് കുറച്ച് പിന്നിൽ തന്നെ കിടപ്പുണ്ടെന്ന് പറഞ്ഞ് ലോകനാഥൻ കാറിന്റെ ലൈറ്റ് പാസ് അടിച്ച് കാണിക്കും. SI കെന്നഡിയുടെ അടുത്ത് ചെന്ന് കാറിന് ഉൾവശം പരിശോധിക്കും. സംശയാസ്പദമായി ഒന്നും കാണാത്തതിനാൽ എവിടെ നിന്ന് വരുന്നു എന്ന് കെന്നഡിയോട് ചോദിച്ചപ്പോൾ താനൊരു സിനിമയ്ക്ക് പോയിരുന്നു എന്ന് മറുപടി കൊടുക്കും. ടിക്കറ്റ് ഉണ്ടോ എന്നുള്ള SIയുടെ ചോദ്യത്തിന് കുറച്ചു നേരത്തെ തിരച്ചിലിന് ശേഷം കെന്നഡി ടിക്കറ്റ് കൊടുക്കും. കാറിന്റെ ഡിക്കി ഓപ്പൺ ആക്കാൻ പറഞ്ഞ് പിന്നിലെത്തിയ SI പരിശോധിക്കുന്നതിന്റെ ഇടയ്ക്ക് SPയോട് പറഞ്ഞു, കാറിനകത്തൊന്നുമില്ല, മൂവി ടിക്കറ്റിന്റെ സമയവും കറക്റ്റാണ്. ഇത് കേട്ട ലോകനാഥൻ പറഞ്ഞു, ഒരുപക്ഷെ ടിക്കറ്റ് എടുത്ത ശേഷം അയാൾ പുറത്തു പോയിട്ടുണ്ടെങ്കിലോ? അത് ഉറപ്പിക്കാൻ വേണ്ടി ആ സിനിമ താങ്കൾ കണ്ടിട്ടുണ്ടോ എന്ന് SIയോട് SP ചോദിക്കും. ഉണ്ടെന്ന് SI മറുപടി പറഞ്ഞപ്പോൾ ആ സിനിമ കണ്ടാൽ മാത്രം മനസ്സിലാക്കാൻ പറ്റുന്ന എന്തേലും പ്രത്യേകതയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ സിനിമയിൽ ഫൈറ്റ് ഇല്ല എന്ന് SI മറുപടി കൊടുത്തു. സിനിമയിൽ ഫൈറ്റ് ഉള്ളതുപോലെ കെന്നഡിയോട് സംസാരിക്കാൻ SP പറയും. SI കെന്നഡിയുടെ അടുത്ത് പോയി സിനിമയിലെ ഫൈറ്റിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഈ സിനിമയിൽ ഫൈറ്റ് ഇല്ല എന്നും താങ്കൾ പറയുന്നത് മറ്റേതോ സിനിമയെക്കുറിച്ചാണെന്നും കെന്നഡി മറുപടി കൊടുത്തപ്പോൾ SP കെന്നഡിയെ വിട്ടേക്കാൻ SIയോട് പറയും. അയാൾ അവിടെ നിന്നും പോയതിനു ശേഷം SI പറഞ്ഞു, ഉറപ്പായും അയാൾ സിനിമ കണ്ടിട്ടുണ്ടാകണം. ഇത് കേട്ട ലോകനാഥൻ പറഞ്ഞു, ആ സിനിമ അയാൾ കണ്ടു കാണും, പക്ഷേ ഇന്ന് തന്നെ ആവണമെന്നില്ല. SP കോള് കട്ടാക്കിയ ശേഷം പ്രകാശിനെ വിളിച്ച് കെന്നഡിയുടെ വീട് പരിശോധിക്കാൻ പറയും.